ഇപ്പോൾ നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. മലപ്പുറത്ത് ഉദ്ഘാടനം കഴിഞ്ഞ 1.5 മാസമായിട്ടും സ്കൂൾ കെട്ടിടം തുറന്നു നൽകാനായില്ല. മലപ്പുറം പത്തപ്പിരിയം ഗവൺമെന്റ് യുപി സ്കൂളാണ് ഫിറ്റ്നസ് രേഖകൾ ലഭിക്കാത്ത കാരണം അടഞ്ഞുകിടക്കുന്നത്. നിലവിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ശോചനീയമായ സാഹചര്യത്തിലുള്ള കെട്ടിടത്തിലാണ്. കിഫ്ബി ഫണ്ടിൽ നിന്ന് 3,90,00,000 രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളുള്ള സ്കൂൾ കെട്ടിടം നിർമ്മിച്ചത്. അത്ര 3 കോടി രൂപ മുടക്കിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും കോട്ടർമര ശല്യം പറഞ്ഞ കുട്ടികളെ ആ ക്ലാസ് റൂമൊക്കെ മാറ്റാതെ വെക്കുന്ന കാരണം എന്താണെന്ന് നമുക്കറിയില്ല. HM ഇപ്പോൾ 2 ദിവസം മുമ്പ് വരെ പറഞ്ഞത് ഫിറ്റ്നസ് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഏത് ഫിറ്റ്നസ്സൊക്കെ കിട്ടാത്ത നമുക്കറിയില്ല. വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ ആക്ഷനെ വിളിച്ചപ്പോൾ പറഞ്ഞു, നിലവിൽ ഫിറ്റ്നസ് പുതിയ ബിൽഡിംഗ് അല്ലേ, ഒരു മാസം ഒരു 2 ദിവസം കൊണ്ട് കിട്ടുന്ന കാര്യമാണ്, എന്തുകൊണ്ട് കൊടുക്കാത്തെന്നുള്ള എയ്ക്കും അറിയില്ല എന്നാണ് അവിടുന്ന് കിട്ടിയ മറുപടി. ഇപ്പോഴും ആ കുട്ടികൾ പഠിക്കുന്നത് ആ മരുന്നടിച്ച കോട്ടർമൻ്റെ ബിൽഡിങ്ങിലാണ്. അത് നമുക്ക് വളരെ വിഷമമുള്ള വിഷയമാക്കണം. കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കേണ്ടതെന്ന് വിചാരിച്ചാൽ പറഞ്ഞേക്കാണ്. നല്ലൊരു ബിൽഡിംഗ് കിട്ടിയിട്ട് ആ ബിൽഡിംഗ് ഉപയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ പത്തപ്പിരിയം ഗവൺമെൻറ് യുപി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് കഷ്ടമാണ്. ഒരു കെട്ടിടം കിട്ടാനാണ് പാട്. ഇവിടെ കെട്ടിടം കെട്ടിയുണ്ടാക്കി ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ഇപ്പോൾ സാങ്കേതികമായ കാരണങ്ങളിന്മേൽ തട്ടി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 1.5 മാസമായിട്ടും ഒരു സ്കൂൾ കെട്ടിടം കുട്ടികൾക്ക് ഉപയോഗപ്പെടാതെ നിൽക്കുന്ന കാഴ്ചയാണ്. നമ്മുടെ സർക്കാർ സംവിധാനത്തിലാണ്. മലപ്പുറം പത്തപ്പിരിയത്താണ് ഗവൺമെന്റ് യുപി സ്കൂളിലാണ് ഈ ഫിറ്റ്നസ് രേഖകൾ കിട്ടാത്തത് കൊണ്ട് ആ സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ് പുത്തൻ കെട്ടിടമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പുത്തൻ കെട്ടിടം അടഞ്ഞു കിടക്കുകയാണ്. അതിന് അപ്പുറത്തുള്ള ശോചനീയമായ സാഹചര്യത്തിലുള്ള പഴയ കെട്ടിടമാകുമ്പോൾ ശോചനീയമായ സാഹചര്യത്തിലായി അതിൽ കൃത്യമായി നന്നാക്കി പുതിയൊരു കെട്ടിടം വന്നതിന് ശേഷം മാറാനായി കാത്തിരിക്കുന്ന ആ കുഞ്ഞുങ്ങൾ, അവരുടെ തൊട്ടു മുന്നിൽ കെട്ടിടമുണ്ട്, പക്ഷേ കയറാൻ പറ്റില്ല. എന്തൊരവസ്ഥയാണ് എന്ന് കരുതേണ്ട സാഹചര്യമാണ് അവിടെ. നമുക്കതിൽ കൂടുതൽ വിശദമായി തന്നെ പരിശോധിക്കണം. ഇപ്പോൾ നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. AK ആന്റണിക്ക് വൈകിയ